ആ മാന്ത്രിക വിരലുകൾ ഇനി തബല വായിക്കില്ല. ഉസ്താദ് സാക്കിർ ഹുസൈൻ ഇനി ഹൃദയങ്ങളിൽ ജീവിക്കും. ഇന്ത്യൻ സംഗീതത്തിലെ അതികായനെയാണ് നമുക്ക് നഷ്ടമായത്. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ഇഡിയോപാത്തിക് പൾമണറി ഫൈബ്രോസിസ് രോഗബാധിതനായി ചികിത്സയിൽ കഴിയവെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. 73 വയസ്സായിരുന്നു. തബലയെ പാശ്ചാത്യ ലോകത്തിനെ ഇഷ്ടപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചയാളാണ് ഉസ്താദ്. സാക്കിർ ഹുസൈൻ അല്ലാ രഗ ഖുറേഷി എന്നാണ് പൂർണ്ണനാമം. 1951 മാർച്ച് 9 മുംബൈയിൽ പ്രശസ്ത തബല മാന്ത്രികൻ ഉസ്താദ് അല്ലാ രഗ ഖാന്റെ മകനായാണ് ജനനം. 7 തവണ ഗ്രാമി അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഉസ്താദ് സാക്കിർ ഹുസൈന് 4 തവണ അത് ലഭിച്ചിട്ടുണ്ട്. ഈ വർഷം ഫെബ്രുവരിയിൽ 3 ഗ്രാമി അവാർഡുകൾ ലഭിച്ചു. സംഗീത ലോകത്തെ അദ്ദേഹത്തിന്റെ സംഭാവനകൾക്ക് 1988 പത്മശ്രീയും 2002 പത്മഭൂഷണും 2023 പത്മവിഭൂഷണും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. സെന്റ് മൈക്കിൾസ് ഹൈസ്കൂളിലും സെന്റ് സേവിയേഴ്സ് കോളേജിലുമായിരുന്നു വിദ്യാഭ്യാസം. 12-ാം വയസ്സിൽ സ്വതന്ത്രമായ പരിപാടിയിൽ തബല വായിച്ചു തുടങ്ങി. 18-ാം വയസ്സിൽ പണ്ഡിറ്റ് രവിശങ്കറിനൊപ്പം പരിപാടിയിൽ തബല വായിച്ചു. അച്ഛന്റെ കൈപിടിച്ച് സംഗീത ലോകത്തേക്ക് ചുവടുവെച്ച ഉസ്താദ് വിരലുകൾ കൊണ്ട് തബലയിൽ തീർത്ത മാന്ത്രികത അദ്ദേഹത്തെ ലോകത്തിന്റെ ഉസ്താദാക്കി. മലയാളത്തിലെ വാനപ്രസ്ഥം അടക്കമുള്ള ഏതാനും സിനിമകൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട്.